കലാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനു പിന്നാലെ LDF മുന്നണിയിലെ രണ്ട് പ്രധാന വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷവും ആരംഭിച്ചു. കൊല്ലം ഫാത്തിമ, SN, TKM എന്നീ കോളേജുകളിൽ കൊടിയുയർത്താൻ പോലും SFI അനുവദിക്കുന്നില്ല എന്നാണ് ASFന്റെ പരാതി. TKM കോളേജിൽ കൊടിനാട്ടാനെത്തിയ ASF ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവരെ SFIക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചുവെന്നും പരാതിയുണ്ട്. ഫാത്തിമ മാതാ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു കൂട്ടം ലഹരി സംഘങ്ങൾ എത്തുകയും അവിടെ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ASFൻ്റെ കൊടി ഉൾപ്പെടെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ തല്ലുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി സംസാരമായി. അവരൊന്നും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി ഞങ്ങൾ കാണുന്നില്ല. മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം തടയുവാൻ വേണ്ടി അവർ ചെലവും കൊടുത്തിട്ടിരിക്കുന്ന കുറേ ഗുണ്ടകൾ. പരിക്കേറ്റ ASF നേതാക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു 10-35ഓളം വരുന്ന ആളുകൾ ഞങ്ങളെ തടഞ്ഞു നിർത്തുകയും ഞങ്ങൾ 3 പേരുൾപ്പെടെ ഞങ്ങളുടെ സംഘത്തെ അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങൾക്ക് 3 പേർക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SFI നേതൃത്വം പ്രതികരിച്ചു. SFI സ്ഥാപിച്ച കൊടിതോരണങ്ങൾക്ക് മുകളിൽ ASF പ്രവർത്തകർ കൊടിനാട്ടാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണമായത്. വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നും സംഘർഷം ഉണ്ടായിട്ടില്ലെന്നും SFI കൊല്ലം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.